കുറേ കാലമായിട്ട് പല റീസൺസ് കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ഇൻഷാല്ലാ നമ്മൾ പോവാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, മക്കളും ഭയങ്കര ഹാപ്പിയാണ്. വിചാരിച്ചിരുന്നത് ഉപ്പയും ഉമ്മയും കൂടെ വരുന്നുണ്ട് എന്നാട്ടോ. അവർ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഉപ്പയും ഉമ്മയും ഇല്ല, ഞങ്ങൾ മാത്രമാണ് ദുബായി പോകുന്നതെന്ന്. ഇനി ഞാനൊരു പോർട്ട് അസിസ്റ്റൻറ്റിന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളായിട്ട് പോകുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ബാഗേജും അതുപോലെ തന്നെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും നമുക്കൊരു പോർട്ട് അസിസ്റ്റൻറ്റിനെ നിർബന്ധമാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ പോർട്ട് അസിസ്റ്റൻറ്റ് വന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഉമ്മയും ഉപ്പിയൊക്കെ കുട്ടികളൊക്കെ തലവടിയൊക്കെ വന്ന് നിന്നപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടാണ്. കാരണം പിന്നീട് അങ്ങോട്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. കാരണം അവർ തിരിച്ച് ഉപ്പാനടുത്തേക്കും ഉമ്മാടുത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സീനാക്കലായിരുന്നു. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല കേട്ടോ. അവർ നമ്മളെ എമിഗ്രേഷൻ വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെയും അതുപോലെ തന്നെ ബാഗേജൊക്കെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് ഓക്കെ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ നേരെ പോവാട്ടോ. നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് കുറച്ച് നേരം ഒരു 12:10 എന്തായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ടൈം കേട്ടോ. അപ്പോൾ അതുവരെ കുട്ടികളായിട്ട് നമ്മളവിടെ ഇരുന്നുണ്ടായിരുന്നു. ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ഏതായാലും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്ക് അടുത്ത ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയൊക്കെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ചെവിയിൽ നല്ല ഇറിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു. റോഹാനാണെങ്കിൽ ഈ ഫ്ലൈറ്റ് അങ്ങനെ താഴോട്ട് വീയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എങ്ങനെ ഇങ്ങനത്തെ ടെൻഷനൊക്കെ അവന് വന്നു എന്നുള്ളായിരുന്നു എൻ്റെ അത്ഭുതം. ഏതായാലും മക്കൾ രണ്ടുപേരും നല്ല ഉറക്കം ഉറങ്ങിട്ടോ. നെക്ക് പെയിൻ ആയതുകൊണ്ട് എനിക്ക് കിടന്നുറങ്ങാൻ വലിയ സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ മോൻ എണീറ്റ് വീണ്ടും അവൻ കിടന്നുറങ്ങി. പിന്നെ സോയമ്മ എണീറ്റ് സോയമ്മക്ക് പിന്നെ ലാബറട്ടറി പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലാബറട്ടറിയിലൊക്കെ പോയി വന്നപ്പോൾ ആളുറക്കൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ട് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ടെർമിനൽ 1 നമ്മൾ ഇന്നുള്ളത്. ടെർമിനൽ 1 ഒരുപാട് നടക്കാണ്ട് കേട്ടോ. എനിക്ക് ഓൾറെഡി ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുമില്ല, 2 ദിവസമായിട്ട് ഉറക്കമില്ല. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഉറക്കം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ പാടെ ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും അവിടെ എത്തിയപ്പോൾ മക്കൾ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവരെന്നെ സ്വയം നടന്നൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ റെസ്റ്റ് റൂം പോയിട്ട് കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷാക്കി, അതുപോലെ തന്നെ ഞാനൊന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചു, ലാൻഡ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ടൈം 2:30 ആയിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും 5:30 ആയി. കാരണം നമ്മൾ റെസ്റ്റ് റൂം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും നല്ല ടയേർഡായിരുന്നു കേട്ടോ, നല്ല ടയേർഡായിരുന്നു. പിന്നെ ഹസ് പറഞ്ഞു നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് റൂമിലോട്ട് പോകാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്ത് ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. പിന്നെ നന്നായിട്ട് ഉറങ്ങിയിട്ടാണ്. നമ്മളൊരു ഉച്ചക്കായപ്പോഴാണ് പിന്നെ നീക്കുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഏകദേശം ഒരു 3:30 ഒക്കെ ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്ത് നമ്മളവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു. അവിടുന്ന് ഞാൻ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറായിരുന്നു. കാരണം കുറേ ദിവസമായിട്ട് ചോറ് കഴിച്ചിട്ട്. അപ്പോൾ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. മക്കളൊക്കെ ബിരിയാണിയും ഹസ്സും ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു ചായ കുടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. കുറേ പണിയുള്ളതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഓരോ കാര്യത്തിൽ ഞാൻ എൻഗേജ്ഡ് ആക്കി.